कुंज बिहारी जय राधा माधवा कुंज बिहारी गोपी जन वल्लभ गिरिवरधारी गोपी जन वल्लभ गिरिवरधारी यशोदानंदन व्रज जन रंजन यशोदानंदन व्रज जन रंजन यमुना तीरवनचारी जय जय राधा माधवा कुंज बिहारी जय राधा माधवा कुंज बिहारी हरे कृष्णा हरे कृष्णा 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 हरे 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 रामा हरे रामा 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 हरे हरे कृष्ण ഭഗവതേ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സദം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതം ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപീശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷദന്തമോന്തം സംസാരിണം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തിശക്തികം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനദാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. കന്ദർഭകോടി കമനീയ വിശേഷശോഭം ഗോവിന്ദമാദിപുരുഷം പ്രണമാമി. ഹരികൃഷ്ണ. സ്നേഹത്തിൻ മുകിലൊത്ത നീല നിറവും റമ്മമർത്തോറ്റുപോം സ്നേഹത്തിൻ നിറവും നറും നെറുകയിൽ പാറും മയിൽ പീലിയും മോഹത്തിൻ കടവേരറുത്തുകളയും കണ്ണീറുമീക്ഷിച്ചു ഹൃത്താഹത്തിൻ തിലകാമ്പു ബാഷ്പചരിയായി തൂകുന്നതെന്നാണ് ഞാൻ. തിലകാമ്പ് ബാഷ്പചരിയായി തൂകുന്നതെന്നാണ് ഞാൻ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ.
നമ്മള് ഭാഗവത്തിലെ 1:15 35 എടുത്തിരുന്നു, അത് 34 വരെയാണോ എടുത്തത്? ഹരേ കൃഷ്ണ. ആർക്കും ഓർമ്മയില്ല? മാതാജി ഹരേ കൃഷ്ണ. 35 എടുത്തു അല്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 35 നമ്മള് കണ്ടത്, ഭൂഭാരം ലഘൂകരിക്കാനായി ഭഗവാൻ ഏത് രൂപമാണോ സ്വീകരിച്ചത് ആ ശരീരം പരമപുരുഷൻ പരിത്യജിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ഇന്ദ്രജാലക്കാരനെ പോലെ പല ശരീരങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ആവശ്യത്തിനനുസരിച്ച് ഏത് ശരീരം സ്വീകരിക്കണമോ അങ്ങനെ ആ പല രൂപങ്ങൾ സ്വീകരിക്കാനായി മത്സ്യാവതാരത്തെ പോലെയുള്ള രൂപങ്ങൾ, പല രൂപങ്ങൾ, പല അവസരത്തിൽ, പല വേഷത്തിൽ ഇവിടെ വന്ന് അതെല്ലാം സ്വീകരിക്കാനായി ശരീരം ഉപേക്ഷിക്കുന്നു. ഭഗവാൻ എന്തിനാണ് ശരീരം ഉപേക്ഷിക്കുന്നത്? ശ്ലോകത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ചതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ ആർക്കെങ്കിലും കഴിയുന്നെങ്കിൽ പറയൂ. ഹരേ കൃഷ്ണ. 35ാമത്തെ ശ്ലോകം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? ഭഗവാന്റെ ഒരു ട്രിക്ക് അവിടെ പറയുന്നുണ്ട്. എന്ത് ട്രിക്കാണെന്ന് പറയുന്നത്? ഭഗവാന്റെ ഭക്തരും കൂടി ഭൂമിയുടെ ഭാരം കുറയ്ക്കാൻ ഭൂമിയിലേക്ക് വരും. ഭഗവാൻ സച്ചിദാനന്ദ രൂപനാണ്. ഒരു ശരിക്കൊരു ട്രിക്ക് അവിടെ പറയുന്നുണ്ട്. എന്താണെന്ന് ആർക്കെങ്കിലും കിട്ടിയോട്? ഭഗവാൻ തന്റെ പ്രഭുപാദര് പറയുന്നു, ഭഗവാൻ തന്റെ മായാ സ്ഥിരശീലയാൽ, ദുർജ്ഞേയമായ ആവരണത്താൽ അഭക്തർക്ക് തന്റെ ശക്തികൾ കൊടുക്കാതിരിക്കാൻ വേണ്ടി, അത് വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടി അദ്ദേഹം വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം അല്പജ്ഞാനികളായ മൂഢന്മാർക്ക് അക്ഷയമായിട്ടുള്ളതും അത്യുന്നതവുമായ എന്റെ ഉത്കൃഷ്ട സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള അവസരം ഞാൻ തരികയില്ല എന്നാണ്. അപ്പം ഭഗവാൻ അജനാണ്, അവ്യയനാണ്, ശാശ്വത സ്വരൂപം ഉള്ളവനാണ്. പക്ഷേ അങ്ങനെയുള്ള അഭക്തന്മാർക്ക് അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞു കൊടുക്കാൻ അഥവാ കാണിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത് നമുക്ക്. അപ്പം ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? അങ്ങനെയുള്ള അവസരത്തിൽ ഭഗവാൻ എന്താ ചെയ്യുന്നത്? മായാ ജവനികാശ്ചന്നം അജ്ഞാതോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ നടോനാഠ്യതരോയത. അല്ലെ? മായയാകുന്ന ആ ഒരു ആവരണം കൊണ്ട് മറച്ചു വെക്കും. മായയാകുന്ന ആവരണത്താൽ മായാ ജവനികാശ്ചന്നം, അങ്ങനെ ഉള്ള ആ ഒരു രീതി കൊണ്ട് ഭഗവാൻ അഭക്തരിൽ നിന്ന് മറഞ്ഞു നിൽക്കും, അഭക്തർക്ക് കാണിച്ചു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ പ്രധാനമായിട്ട് ഇവിടെ പറഞ്ഞു എന്താണ്? ഭഗവാൻ എങ്ങനെയാണ്? ത്രിഭിർ ഗുണമയിർ ഭാവയിർ ഏവി സർവമിതം ജഗത് മോഹിതം നാഭിജാനാദി മാമേഭ്യ പരം അവ്യയം എന്ന് പറഞ്ഞു. അപ്പൊ ത്രിഗുണങ്ങളാൽ മോഹിതനായിരിക്കുന്ന ഈ ലോകം, നമ്മളെല്ലാവരും ത്രിഗുണങ്ങളാൽ മോഹിതരാണ്. അങ്ങനെയുള്ള ലോകം അവർക്ക് യഥാർത്ഥത്തിൽ ഈശ്വരനെ പൂർണ്ണമായി അല്പമെങ്കിലും പൂർണ്ണമായി മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല. അല്പമെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ആ മായയ്ക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഭഗവാനെ കാണാനും അറിയാനും കഴിയുകയുള്ളൂ. കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും കഴിയും. കാരണം അവരുടെ മനസ്സ് അത്രമാത്രം പരിശുദ്ധം ആയിരിക്കണം. പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന ആ പ്രേമാഞ്ജനം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനെ തീർച്ചയായും കാണാൻ കഴിയും എന്നുള്ളതാണ്. അപ്പം ത്രിഗുണങ്ങളാൽ മോഹിതരായിരിക്കുന്ന ഈ ലോകം അവയ്ക്ക് അധീനനായിട്ടുള്ള എന്നെ അറിയുന്നതേ ഇല്ലെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അവരെല്ലാം ത്രിഗുണങ്ങളാൽ വ്യാമോഹിതരായി നിൽക്കുകയാണ് എന്ന് പറയുന്നു. അപ്പൊ അതുപോലെ ഭഗവാൻ പറയുന്നുണ്ട്, പിന്നെന്ത് പറയുന്നുണ്ട്? നാഹം പ്രകാശ സർവസ്യ. എങ്ങനെയാണ്? യോഗമായ സമാവൃത മൂഢോയം നാഭിജാനാദി ലോകോ മാമജം അവ്യയം എന്ന് പറയുന്നുണ്ട്. അതും നമ്മുടെ ശ്രീലപ്രഭുപാദർ അതിന്റെ ഇത് തന്നിട്ടുണ്ട്, അതിന്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. എന്താണ്? അജനും അവ്യയനുമായ എന്റെ ശാശ്വത സ്വരൂപത്തെ കുറിച്ച് ആർക്കും അറിഞ്ഞുകൂടാ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഞാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയേയില്ല. അഹം പ്രകാശ സർവസ്യ. നാഹം എന്ന് പറഞ്ഞാൽ അഹം, ഞാൻ ഒരിക്കലും അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. യോഗമായ എങ്ങനെയുള്ള ആളാണ് ഞാന്? യോഗമായാൽ സമാവൃതനായിട്ടുള്ള ഞാന് അവരുടെ മുമ്പിൽ ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയില്ല? ഭഗവാൻ തന്നെ പറയുന്നു, മൂഢോയം നാഭിജാനാതി. എന്നെ മനസ്സിലാക്കാൻ കഴിയാത്തവരെ മൂഢന്മാരെന്നാണ് പറയുന്നത്. മൂഢോയം നാഭിജാനാതി. പിന്നെന്താണ്? അജനാണ്, അവ്യയനാണ്. അങ്ങനെയുള്ള എന്നെ എനിക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ നമുക്കറിയാം, അതിനുവേണ്ടി
കുന്തി പ്രയറിലെ കുന്തി മഹാറാണി എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? അധ വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്വകേഷുമേ സ്നേഹപാശം ഇമം ചിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു. നമ്മളൊക്കെ എന്താണ് മറ്റുള്ളവരോടുള്ള സ്നേഹം, മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണം, ആ സ്നേഹത്തിന് വേണ്ടി കുതിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. മറ്റുള്ളവരിൽ നിന്ന്, മക്കളിൽ നിന്നുള്ള സ്നേഹം, അല്ലെങ്കിൽ അച്ഛനമ്മമാരിൽ നിന്നുള്ള സ്നേഹം, അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നോ ഭാര്യയിൽ നിന്നോ ഒക്കെ ഉള്ള സ്നേഹം നമ്മൾ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? അധ വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്വകേഷുമേ സ്നേഹപാശം ഇമം ചിന്തി ദൃഢം പാണ്ഡുഷു കൃഷ്ണഷു. എന്റെ മനസ്സില് എപ്പോഴും അങ്ങ് സ്നേഹം എന്റെ മക്കളോടും, എന്റെ ആ പാണ്ഡവന്മാരോടും, എന്റെ കുലത്തോടും, എന്റെ സഹോദരന്മാരോടും, അല്ലെങ്കിൽ എന്റെ മക്കളോട് അത്യധികമായ സ്നേഹം നിൽക്കുകയാണ്. ആ സ്നേഹത്തെ അത് കുറച്ച് തന്നെങ്കിൽ മാത്രമേ, അല്പമെങ്കിലും കുറച്ച് കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് ഭഗവാനിലേക്ക് തിരിയാൻ കഴിയുള്ളൂ. അങ്ങനെ ഭഗവാനിലേക്ക്, അങ്ങനെയുള്ള അലോ വിശ്വാത്മാവേ, എന്റെ മനസ്സിൽ നിന്ന് ഈ ഒരു അറ്റാച്ച്മെന്റ്, അവരോടുള്ള ആ അറ്റാച്ച്മെന്റ് ഒന്ന് കുറച്ചു തരണേ എന്ന് ഒരു സ്ത്രീയായ കുന്തി മഹാറാണി പ്രാർത്ഥിക്കുന്നു. സാധാരണ സ്ത്രീകൾ എന്താ വിചാരിക്കുക? എനിക്ക് എന്ത് വേണം? അറ്റാച്ച്മെന്റ് കൂട്ടിത്തരണേ, എനിക്ക് എന്റെ ഭർത്താവിന്റെ സ്നേഹം കിട്ടണേ, അല്ലെങ്കിൽ ഭാര്യയുടെ സ്നേഹം കിട്ടണേ, അല്ലെങ്കിൽ എന്റെ മക്കളുടെ സ്നേഹം കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ ഇവിടെ എന്താണ് അവർ പറഞ്ഞത്? സ്നേഹവാസം ഇമം ചിന്തി ദൃഢം പാണ്ഡുഷു വിഷ്ണുഷു. ഇവരോടുള്ള ആ മായയാൽ നിറഞ്ഞു നിൽക്കുന്നത് മാറ്റിത്തന്നെ. അതുപോലെ നമുക്കറിയാം, അക്രൂരനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഭഗവാൻ അക്രൂരുടെ വീട്ടിൽ ചെല്ലുന്ന അവസരത്തില് അക്രൂരൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ചിന്യാശുനസൂത്ര കളത്ര ധനാപ്ത ദേഹേ ദേഹാദിമോഹമരണം ഭവതീയമായ. മക്കളെ, ഭാര്യ, സമ്പത്ത്, സുഹൃത്ത്, വീട്, ശരീരം, ഇങ്ങനെയുള്ള ഇതിനകത്ത് നമ്മൾ തീർച്ചയായും നമ്മൾ ഇതിനകത്ത് മുഴുകിയിരിക്കുകയാണ്, അല്ലെ? നമുക്ക് ആർക്കും തന്നെ ഇതിൽ നിന്ന് രക്ഷയില്ല. നമ്മൾ ഇതിനകത്തൊക്കെ അങ്ങനെ മുഴുകി നിൽക്കുകയാണ്. മക്കളോടുള്ളതും, ഭാര്യയോടുള്ളതും, ഭർത്താവിനോടുള്ളതും, സമ്പത്തിനോടുള്ളതും, സുഹൃത്തുക്കളോടും, വീടിനോടും, ശരീരത്തോടും, ഇവയൊക്കെ ഉള്ള എന്താണ് നമ്മൾ അതിൽ മുഴുകി എന്ന് വെച്ചാൽ ആ മായാ ബന്ധനത്തിനായിട്ട് നമ്മളെ എന്താണ് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നൊക്കെ പറയും. ഗുണം എന്ന് കയറെന്നുകൂടി അർത്ഥമുണ്ട്. നമ്മള് ആ കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ആ ഗുണം കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആ ബന്ധനത്തിൽ നിന്ന് എന്നെ ഒന്ന് അഴിച്ചു തരണേ എന്ന് ഭഗവാനോട് അക്രൂരനും പ്രാർത്ഥിക്കുന്ന ചിന്യാശൻ അസൂത്ര കളത്ര ധനത്ത ഗേഹേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം ആ ഗേഹത്തോടും, എന്റെ ഗ്രഹത്തോടും, അതുപോലെ എന്റെ മക്കളോടും, ഇവരോടുമുള്ള സ്നേഹം കുറച്ചു തരണേ എന്നാണ് അവിടെ അക്രൂരൻ പ്രാർത്ഥിക്കുന്നത്. അക്രൂരുടെ പ്രാർത്ഥനയെ എടുക്കുമ്പോഴും, അതുപോലെ ഓരോ പ്രാർത്ഥനകളും ഭാഗവത്തിലെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കാണാം, എല്ലാം എന്താണ്? എന്റെ അറ്റാച്ച്മെന്റ് കുറച്ചു തരണേ. അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കെട്ടിയിടുന്നതാണ് അറ്റാച്ച്മെന്റ്. നമ്മൾ ഒരിക്കലും നമുക്ക് ഈ അറ്റാച്ച്മെന്റ് കൊണ്ട് നമുക്ക് ഇവിടുന്ന് പോവാൻ കഴിയത്തില്ല. അപ്പൊ ആ ഒരു അറ്റാച്ച്മെന്റിൽ നിന്ന് എന്റെ മനസ്സിനെ ഒന്ന് ഇളക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഓരോരുത്തരുടെയും ഭാഗവത്തിലെ പ്രേയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് ഇഷ്ടപ്പെടത്തില്ല, നമ്മൾ ഒരിക്കലും അതിനോട് യോജിക്കത്തുമില്ലായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ മനസ്സ് പോകുന്നത്, അല്ലെങ്കിൽ മായാബന്ധൻ പോകുന്നത്, അല്ലേ? അങ്ങനെയാണോ? നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ അത്? മായാ ജവനികാശ്ചന്നം അജ്ഞാതോക്ഷജം അവ്യയം ലക്ഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യുധ. അതും ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് എന്നുള്ളതിവിടെ ഇതിനകത്ത് ശ്രീപ്രഭുപാദർ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും വായിച്ചോ എങ്കിൽ അവർ കണ്ടു കാണും. അപ്പൊ നമുക്ക് 36-ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ഹരേ കൃഷ്ണ. അതിനുമുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഈ ഭൗതിക ലോകം എന്തെല്ലാം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ആത്മീയ ലോകം എന്തെല്ലാം, അതിപ്പോ നിങ്ങൾക്ക് അറിയാം, അല്ലെ? ആരെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. ഹരേ കൃഷ്ണ. മറന്നുപോയോ? ഹരേ കൃഷ്ണ. പ്രഭുവേ ഉള്ളോ? വേറെ ആരും ഇല്ലേ? പ്രഭുവിന് പറയാൻ കഴിയുമെന്ന് എനിക്കറിയാം. വേറെ ആരും ഇല്ലേ? ഓക്കെ, എന്നാ പ്രഭു പറയാം. ഹരേ കൃഷ്ണ. വേറെ ആരും മുന്നോട്ട് വരുന്നില്ലല്ലോ, കഷ്ടമാണല്ലോ. ഭൗതിക ലോകം ഉണ്ടാക്കിയിരിക്കുന്ന ഭഗവാന്റെ അഷ്ടശക്തികൾ കൊണ്ടാണ്. അഷ്ടശക്തി ചേർന്നിട്ടുണ്ട്. ആനന്ദ സ്വരൂപം കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു. ഹരേ കൃഷ്ണ. ആ 24 എന്തൊക്കെയാണ്? വേറൊരാള് പറഞ്ഞാട്ടെ. എന്തൊക്കെ വരും അതിനകത്ത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. കർമ്മേന്ദ്രിയം, ജ്ഞാനേന്ദ്രിയം, അതാണോ മാതാജി? അതെ അതെ.
കർമ്മേന്ദ്രിയം മഹത്തത്വം. ആ എന്തൊക്കെ വരും? ആദ്യമേ എന്താണ് കർമ്മേന്ദ്രിയം. വരുന്നത്? 5 എലിമെന്റ്സ് അല്ലെ? 5 ആ എലിമെന്റ്സ് എന്തൊക്കെയാണ്? ആകാശം, വായു, ഭൂമി, വായു, അതെല്ലാം പഞ്ചഭൂതങ്ങള്, പഞ്ചഭൂതങ്ങൾ. പിന്നെ 5 കർമ്മേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങള്, 5 ജ്ഞാനേന്ദ്രിയങ്ങള് അല്ലെ? ജ്ഞാനേന്ദ്രിയങ്ങൾ. പിന്നെ മനസ്സ്, പിന്നെന്താണ്? അവയുടെ വിഷയങ്ങള് അത് അങ്ങനെ വരണം. മഹാഭൂതങ്ങള്, 5 കർമ്മേന്ദ്രിയങ്ങള്, 5 ജ്ഞാനേന്ദ്രിയങ്ങള്, ആ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്ന വിഷയങ്ങള്, പിന്നെന്താണ്? മനസ്സ്, അഹങ്കാരം, കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്താണത്? മനസ്സ്, മനസ്സ്, ഗുണം. അഹങ്കാരം, ഗുണമെന്ന വാക്കിന് കയറെന്ന അർത്ഥമുണ്ട് എന്ന് ഞാൻ ത്രിഗുണങ്ങളാണോ മാതാജി? അതെ അതെ, ത്രിഗുണങ്ങളുണ്ട്. പിന്നെ എന്ത് വരുന്നു? പിന്നെന്ത് വരാം? വേണമെങ്കിൽ അതോടൊപ്പം തന്നെ പിന്നെന്തുണ്ട്? കാലങ്ങൾ കൂടി ഉൾപ്പെടുന്നു അല്ലെ? മനസ്സ്, ബുദ്ധി, അഹങ്കാര, ചിത്തം, ഇതിലെല്ലാം ഏതിനകത്ത് വരുന്നുണ്ട്? മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇതൊക്കെ ഏതിൽ വരുന്നുണ്ട്? നമ്മൾ ഓരോ ഗുണങ്ങളിൽ പെടുമ്പോൾ നമുക്ക് ഓരോ തരത്തിലുള്ള മനസ്സ്, ബുദ്ധി, അഹങ്കാര, ചിത്തങ്ങളെല്ലാം നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഇതിനകത്ത് വരുന്ന വിഷയങ്ങളിൽ വരുന്നു. ഹരേ കൃഷ്ണ. ഇപ്പൊ പ്രഭു പറഞ്ഞു ആത്മീയത്തെ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു മാതാജിയും വേറെ ആരെങ്കിലും എന്ന് പറഞ്ഞു? പ്രഭു അല്ലാതെ വേറെ ആരെങ്കിലും? സച്ചിദാനന്ദ സ്വരൂപം. സച്ചിദാനന്ദ സ്വരൂപം എന്ന് പറഞ്ഞാൽ സത്ത്, ചിത്ത്, ആനന്ദം. സത്ത് എന്ന് പറഞ്ഞാൽ പറയണ്ടായിരുന്നു ഇല്ലേ മാതാജി? മാതാജി ഇപ്പം വിചാരിക്കുക പറയണ്ടായിരുന്നു എന്നല്ലേ? സത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരേ കൃഷ്ണ. ശാശ്വതമായിട്ടുള്ള, ഒരിക്കലും നശിക്കാത്ത അല്ലെ സത്ത്. ചിത്തോ? സന്ധിനി, സംവിത്ത്, ഹ്ലാദിനി എന്ന് ഞാൻ വേറെ 3 പേരും പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ? സന്ധിനി ശാശ്വതമായിട്ടുള്ളത്. ചിത്തെന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ്, പൂർണ്ണമായ അറിവ്. പൂർണ്ണ അറിവ് ഭഗവാന് മാത്രമേ ഉള്ളൂ, പൂർണ്ണമായ അറിവ്. ഹ്ലാദിനി എന്ന് പറഞ്ഞാൽ ആനന്ദത്തിന്റെ ഇരിപ്പിടം അല്ലെ? അപ്പം സന്ധിനി, സംവിത്ത്, ഹ്ലാദിനി, ഇതും ഇവിടെയാണെങ്കിൽ ഇത് മഹാഭൂതങ്ങളെ കൊണ്ടും ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ടും കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടും മനസ്സ്, ബുദ്ധി, ചിത്ത, അഹങ്കാരം ഇവയെല്ലാം കൊണ്ടും അത് പ്ലസ് ടൈം കൊണ്ടും നമ്മളെ ഭൗതികതയിൽ നിൽക്കുന്നു. അപ്പം ഹരേ കൃഷ്ണ. അപ്പം നമ്മളെ 36ാമത്തെ ശ്ലോകം എടുക്കും. യഥാ മുകുന്ദോ ഭഗവാനിമാം മഹിം യഹൗ സ്വതന്വാ ശ്രവണീയ സത്കഥഃ തദാ ഹരേ വാ പ്രതിബുദ്ധ ചേതസാം അഭദ്രഹേതു കരിരന്വർത്തത. യഥാ മുകുന്ദോ ഭഗവാനിമാം മഹിം യഹൗ സ്വതന്വാ ശ്രവണീയ സത്കഥഃ തദാ ഹരേ വാ പ്രതിബുദ്ധ ചേതസാം അഭദ്രഹേതു കരിരന്വർത്തത. യഥാ മുകുന്ദോ, യഥാ എപ്പോൾ, മുകുന്ദഃ, അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ മുകുന്ദഃ എന്ന് പറയും. യഥാ മുകുന്ദോ, അപ്പം യഥാ എപ്പോൾ, മുകുന്ദഃ ശ്രീകൃഷ്ണ ഭഗവാനായ ഭഗവാൻ, ഭഗവാൻ ഇമാം മഹിം, ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ആള്. ഇമാം എന്ന് പറഞ്ഞാൽ ഈ, മഹിം, മഹി എന്ന് പറയുന്ന ഭൂമി, ഭൂമിയെ ജഹൗ, ജഹൗ ഉപേക്ഷിച്ചു, ഭൂമിയിൽ നിന്ന് പോയി. സ്വധന്വ, സ്വധന്വ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ, എങ്ങനെ അദ്ദേഹം പോയത്? അദ്ദേഹത്തിന്റെ സ്വരൂപത്തോടു കൂടി പോയി. ഇപ്പം ഭഗവാൻ പോകുന്നതിനെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭഗവാൻ പോകുന്ന അവസരത്തില് ഭഗവാന്റെ സ്വരൂപത്തോടു കൂടി ഭഗവാൻ സ്വന്തം ലോകത്തിലേക്ക് മടങ്ങിയപ്പോൾ നമ്മളെ പോലുള്ള ഇതൊന്നും അറിഞ്ഞുകൂടാൻ വയ്യാത്ത വിഡ്ഢികളായ മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുന്നതിനായി അദ്ദേഹം ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം ശരീരം ഇവിടെ ഉപേക്ഷിച്ചു. ശരീരത്തിന്റെ ഒരു ഭാഗം നമുക്ക് പറയാൻ പറ്റത്തില്ല, പൂർണ്ണ ശരീരം ഇവിടെ കാണിച്ചു തന്നു. വേദന അമ്പേറ്റ് കിടക്കുന്ന ആ ഭാഗം, അത് ആ ശരീരം ഇവിടെ കാണിച്ചു തന്നു. അതോടൊപ്പം തന്നെ ഭഗവാന്റെ ഒരു രൂപം എവിടേക്ക് പോയി? സൂര്യനാരായണനിലേക്ക് പോയി. അപ്പൊ അതുകൊണ്ടാണ് സൂര്യനിലേക്ക് പോയി, അതുകൊണ്ടാണ് സൂര്യനാരായണൻ എന്ന് പറയുന്നത്. അപ്പം ഭഗവാൻ 3ആയി പിരിയുകയും ഭഗവാൻ പോയ അവസരത്തിൽ ഭഗവാന്റെ ഒരു ഭാഗം സൂര്യനിലേക്കും ഒരു ഭാഗം ഇവിടെ വിഡ്ഢികൾക്ക് കാണിക്കുന്നതിനായിട്ടും ഭഗവാൻ തന്നെ തന്റെ സ്വന്തം ലോകത്തിലേക്കും പോയി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ അതേ സ്വരൂപത്തോട്, സ്വതന്വ, അദ്ദേഹത്തിന്റെ അതേ സ്വരൂപത്തോടു കൂടി ശ്രമണീയ സത്കഥ, അദ്ദേഹത്തെ കുറിച്ച് ശ്രവിക്കുന്നത് സാരവത്താകുന്നു എന്നുള്ളതാണ്. ശ്രവണീയമായിട്ടുള്ള സത്കഥ, ഭഗവാന്റെ ആ കഥകൾ, സത്കഥ, അത് കേൾക്കുന്നത് തന്നെ എങ്ങനെയുള്ളതാണ്? വളരെ അർത്ഥപൂർണമായിട്ടുള്ളത് ആകുന്നു. തഥാ, ആ കാലത്തെ,
ആ സമയത്ത് അഹഹ ഏവ, ആ ദിവസം തന്നെ, അഹത്തിന് ദിവസം എന്ന് മലയാളത്തിലും അർത്ഥം വരും, ആ ദിവസം തന്നെ അപ്രതിബുദ്ധ ചേതസ എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നും ശരിക്കും മനസ്സിലാക്കാൻ കഴിയാത്ത മനസ്സോടുകൂടിയവർ എന്നുള്ളവരാണ്. മന്ദബുദ്ധികളായവരുടെ എന്നർത്ഥം തന്നിട്ടുണ്ട് പ്രഭുപാദർ. എന്ന് വെച്ചാൽ ശരിക്കും മനസ്സിലാക്കി എടുക്കാൻ കഴിയാത്തവരായിട്ടുള്ള ആൾക്കാരെ അഭദ്രഹേതു, അഭദ്രമായിട്ടുള്ളതിനെല്ലാം ഹേതുവായിട്ടുള്ളത്, ഭദ്രമല്ലാത്തവയ്ക്കെല്ലാം കാരണമായി നിൽക്കുന്നത്, അമംഗളകരമായവയ്ക്ക് കാരണമായിട്ടുള്ളത് എന്ന് തന്നിട്ടുണ്ടായിരുന്നു. കലിഹി അന്വവർത്തത, കലി പൂർണ്ണമായും പ്രകടമായി, അന്വവർത്തത പ്രകടമായി എന്ന് പറഞ്ഞിരിക്കുന്നു. കലി അന്വവർത്തത. യഥാ മുകുന്ദോ ഭഗവാനിമാം മഹിം ജഹൗ സ്വതന്വാ ശ്രമണീയ സത്കഥഃ തദാ ഹരേവാ പ്രതിബുദ്ധ ചേതസാം അഭദ്രഹേതു കരിരന്വർത്തത. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ വാസുദേവായ. യദാ മുകുന്ദോ ഭഗവാനി മാം മഹീം ജഹൗ സതന്വാ ശ്രവണീയ തസ്കഥാ തദാ ഹരേവാ പ്രതിബുദ്ധ ചേതസ ഭദ്രഹേതു കലിരസവർത്തത. കലിഹി അന്വർത്തത. കലിഹി അന്വർത്തത. അവിടെയാണ് കലിരന്വർത്തത എന്ന് പറയുന്നത്. കലിരന്വർത്തത. ഒരാളോട് വായിച്ചോളൂ. ഹരേ കൃഷ്ണജി. നമോ ഭഗവതേ വാസുദേവായ. യഥാ മുകുന്ദോ ഭഗവാനി മാമഹീം ജഹൗ സ്വതന്വാ ശ്രവണീയ സദ്കഥഃ തദാ ഹരേവാ പ്രതിബുദ്ധ ചേതസ അഭദ്രഹേതു ഖലിരന്യവർത്ത. ഹരേ കൃഷ്ണ. ഹരേവാ. അവിടെ വായിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് തദാ ഹരേവാ അപ്രതിബുദ്ധ എന്ന് ഉണ്ടെന്ന് വെച്ചുകൊണ്ട് വേണം നമ്മൾ ശ്ലോകം വായിക്കാൻ. തദാ ഹരേവാ പ്രതിബുദ്ധ ചേതസഃ. നമ്മൾ പ്രതിബുദ്ധ എന്നല്ല, അവിടെ അപ്രതിബുദ്ധയാണ്. പക്ഷെ അത് നമ്മൾ നീട്ടി പറയുന്നത് കൊണ്ട് രണ്ടും കൂടെ ചേർത്ത് പറയുന്നു എന്നേ ഉള്ളൂ എന്ന് ഓർക്കണം. ഹരേ കൃഷ്ണ. നമുക്ക് വിവർത്തനം നോക്കാം. ഹരേ കൃഷ്ണ. ट्रांसलेशन एंड purport A.C. Bhaktivedanta Swami Srila Prabhupada ki jai. Gurudev ki jai. Prabhupada ki jai. എപ്പോൾ പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൂലോകം സ്വന്തം സ്വരൂപത്തിൽ ഉപേക്ഷിച്ചു, അപ്പോൾ അതേ ദിവസം വളരെ മുമ്പ് തന്നെ ഭാഗികമായി പ്രത്യക്ഷപ്പെട്ട കലി അല്പജ്ഞാനികളായവർക്ക് അമംഗളകരമായ അവസ്ഥകൾ ഉണ്ടാക്കുന്നതിനായി പൂർണ്ണമായും പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ കലിയെ കുറിച്ചാണ് നമ്മളെല്ലാവരും കലിയുഗത്തെ കുറിച്ച് പറയാറുണ്ട് അല്ലെ. കലിയോട് എന്ത് അമംഗളം വരുമ്പോഴും എന്ത് പ്രയാസം നമുക്ക് ഉണ്ടാകുമ്പോഴും നമ്മൾ എന്ത് പറയും? ഓ, കലിയുടെ കളിയാണിത് എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പം എപ്പോഴാണോ ഭഗവാൻ ഈ ഭൂലോകത്തിൽ നിന്ന് പോയത് ആ സമയത്ത് തന്നെ ഉടനെ തന്നെ കലി ഇവിടെ പ്രത്യക്ഷപ്പെടേണ്ടതാണ്. ഭഗവാനെ വിടാനാണ് കലി നോക്കിയിരിക്കുകയായിരുന്നു. ഭഗവാൻ അങ്ങനെ അല്പജ്ഞാനികളായവർക്ക് അമംഗളകരമായ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കലി വന്നു, കലിയുടെ ദോഷമുണ്ട് എന്ന് നമ്മൾ എപ്പോഴും പറയുമ്പോഴും നമ്മളൊന്ന് ഓർക്കണം, ആർക്കാണ് അത് അമംഗളം? അല്പജ്ഞാനികളായവർക്ക് അമംഗളം വരുത്തുന്നതിനായിട്ടാണ് കലി ഇവിടെ അവതരിച്ചിരിക്കുന്നത് എന്ന്. അവർക്കാണ് അമംഗളകരമായ പല അവസ്ഥകളും ഉണ്ടാക്കുന്നതിനായിട്ട് കലി പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ജ്ഞാനികളായവർക്ക് അമംഗളം വരുത്താൻ കലിക്ക് കഴിവില്ല എന്നത് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കണം. അപ്പൊ അറിവ്, ഭഗവാനെ കുറിച്ച് വ്യക്തമായ അറിവ് നേടിയിട്ടുള്ളവർക്ക് ഒരിക്കലും അമംഗളം ഉണ്ടാക്കാൻ കലിക്ക് കഴിയുകയില്ല എന്നാണ് ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. അപ്പം അതിന്റെ ഭാവാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു, വളർത്തിയെടുക്കാത്തവരിൽ മാത്രമേ കലിയുടെ സ്വാധീനം സ്ഥിരപ്പെടുകയുള്ളൂ. പരമദിവ്യോത്തമ പുരുഷനെ പൂർണ്ണമായും അഭയം പ്രാപിച്ച് പരമപുരുഷന്റെ പരമസംരക്ഷണത്തിന് കീഴിൽ ഒരുവന് കലിയുടെ സ്വാധീനത്തെ ഇല്ലാതാക്കാൻ കഴിയുന്നു. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഭഗവാനിൽ നമ്മളെ പൂർണ്ണമായും അഭയം തേടുന്നവർക്ക്, ഭഗവാനെ പൂർണ്ണമായും മനസ്സിലാക്കിയിരിക്കാൻ ശ്രമിക്കുന്നവർക്ക്, അങ്ങനെ ആ ശ്രമത്തിൽ കൂടി നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് തിരിഞ്ഞു നിൽക്കും. അപ്പൊ ആ ഭഗവാനിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന അവസരത്തില് നമുക്കൊരിക്കലും കലിയുടെ സ്വാധീനം നമ്മൾ വരുത്താൻ കഴിയും. കാരണം നമ്മുടെ ചിന്ത മുഴുവനും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനിലേക്ക് നമ്മൾ സമർപ്പിച്ചിരിക്കുകയാണ്.
അവിടെ നമുക്ക് ഈ ചെറുതായി ഉണ്ടാകുന്ന മാനസിക വ്യാപാരങ്ങളൊന്നും നമ്മളെ എന്ത് ചെയ്യുകയില്ല, ഹർട്ട് ചെയ്യുകയില്ല എന്നുള്ളതാണ്. അപ്പൊ മാനസികമായിട്ടുള്ള വ്യാപാരങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും, എല്ലാ പ്രയാസങ്ങളും എല്ലാവർക്കും ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ ആ പ്രയാസം നമ്മളെ മുറിവേൽപ്പിക്കാൻ, ആ പ്രയാസത്തിൽ നമ്മളെ കിടന്ന് കഷ്ടപ്പെടാൻ നമുക്ക് ഇടവരികയില്ല. എങ്ങനെ ഇടവരികയില്ല? കാരണം നമ്മുടെ മുന്നിൽ എന്താണ്, വളരെ ഒരു ധ്രുവൻ പറഞ്ഞതുപോലെ ഞാൻ അന്വേഷിച്ചത് ബ്രോക്കൺ ഗ്ലാസ് ആയിരുന്നു, കിട്ടിയതോ എനിക്ക് എന്താണ്, ആ വൈരമാണ്. അതുപോലെ എന്താണ്, അത്രമാത്രം പരമമായിട്ടുള്ള കാര്യം നമ്മുടെ മുന്നിൽ, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന അവസരത്തിൽ, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നൃത്തമാടുന്ന അവസരത്തിൽ ചെറുതൊന്നും നമ്മുടെ മനസ്സിനെ ബാധിക്കുകയില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ കലിയുഗത്തിന്റെ സ്വാധീനം പരമഭക്തരെ ഒരിക്കലും സ്വാധീനിക്കുകയില്ല, അല്ലാത്തവർക്ക് അത് സ്വാധീനമായി ഭവിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ച ഉടനെ കലിയുഗം ആരംഭിച്ചു എന്നുള്ളതാണ് സാധാരണ. കലിയുഗത്തിൽ എത്ര വർഷങ്ങളാണുള്ളത് മൊത്തം? ആകെ എത്ര വർഷമാണ് കലിയുഗത്തിനുള്ളത്? അറ്റ്ലീസ്റ്റ് 2000. ഇപ്പൊ ഇനി എത്ര വർഷം കിട്ടാനുണ്ട്, ഇനി എത്ര വർഷം കൂടെ ഉണ്ട് എന്ന് ഭാഗവതം പറയുന്നു അല്ലേ? നമ്മൾ സാധാരണ ഒരു കണക്കനുസരിച്ച് 4 ലക്ഷം എന്നൊക്കെ പറയും അല്ലേ? അപ്പൊ എത്ര വർഷം കടന്നു പോയി എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഏകദേശം 4,27,000 വർഷങ്ങൾ ഇനിയും നമ്മളെ കലിയുഗം തുടരും എന്നാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ഒരു അത്രയും കാലഘട്ടവും എന്തിനുള്ളതാണ്? കലിയുഗത്തിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് എന്താണ് കലിയുഗം കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? നാമസങ്കീർത്തനം നാമസങ്കീർത്തനം ചെയ്യാം. അതുകൊണ്ട് എന്ത് ഗുണമുണ്ട്? ബാക്കിയുള്ള ഭക്തന്മാരെ എല്ലാം ഭഗവാൻ ഭാഗത്തിലേക്ക് കൊണ്ടുപോകും. എങ്ങനെയുള്ള ഭക്തന്മാരെ? ശുദ്ധഭക്തന്മാരെ എല്ലാം ഭഗവത് പാദത്തിലേക്ക് കൊണ്ടുപോകും. അത് ഹരിനാമ സങ്കീർത്തനത്തിലൂടെ മാത്രമായിരിക്കും സംഭവിക്കുന്നത്. ശുദ്ധഭക്തന്മാരെ മാത്രമാണോ കൊണ്ടുപോകുന്നത്? പതിതാത്മാക്കളെയും ഭഗവാനോട് ആകർഷണമുള്ളവരെയും ഭഗവാന്റെ അടുത്തേക്ക് വിടും. പദാത്മാക്കളായിട്ടുള്ള ആൾക്കാരെ അഥവാ അങ്ങനെയുള്ള ആൾക്കാരെയും ആരെ കിട്ടിയാൽ അവർക്ക് പോകാൻ കഴിയും? ചൈതന്യ മഹാപ്രഭുവിന്റെ ആശ്രയത്തിൽ. അതുപോലെയുള്ള ശുദ്ധാത്മാക്കൾ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മനസ്സിനെ ഭഗവാനിലേക്ക് തിരിക്കുന്നതിനും നാമജപ സങ്കീർത്തനത്തിൽ കൂടിയും സങ്കീർത്തനത്തിൽ കൂടിയും സാധാരണക്കാർക്കും വേണമെങ്കിൽ എന്ന് വെച്ചാൽ അവരും വിചാരിച്ചാൽ നാമസങ്കീർത്തനത്തിലേക്ക് അവരുടെ മനസ്സിനെ തിരിക്കാൻ കഴിഞ്ഞാൽ ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ കേവലം ഫലോ നാസ്തേവ 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 ഗതിരണ്യം. അപ്പം ശുദ്ധ ഭക്തന്മാരിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മളെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ, അതിന് നമുക്ക് മനസ്സ് വന്നാൽ, യഥാർത്ഥത്തിൽ അവര് വന്നാൽ, കാരണം നമുക്കറിയാം ഭഗവാൻ ഇവിടെ 125 വർഷം ഇവിടെ ഉണ്ടായിട്ടും ഒരുപാട് ആൾക്കാർ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നിട്ടും ഭഗവാൻ ഇങ്ങനെ അവിടെ ഇവിടെയും ദ്വാരകയിലും ഹസ്തിനാപുരത്തിലും മധുരയിലും വൃന്ദാവനത്തിലും ഒക്കെ ഓടി നടന്നിട്ടും എല്ലായിടവും ഭഗവാൻ ഉണ്ടായിട്ടും എത്ര പേർക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു? വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഭഗവാനെ മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പൊ അങ്ങനെ ഉദ്ധവരെ പോലെയുള്ള കുറെ ആൾക്കാർ ഭഗവാനെ, അല്ലെങ്കിൽ വിദുരരെ പോലുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ ഭീഷ്മരെ, അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഭഗവാനെ മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞു. മറ്റുള്ളവര് ഭഗവാനോട് ഗുസ്തിയിടാൻ പോയി, ഭഗവാനോട് വാഗ്വാദം കൊണ്ടുപോയി ചിലരൊക്കെ. അങ്ങനെയുള്ളവർക്ക് ആർക്കും പല പ്രാവശ്യം ആർക്കാണ് ദുര്യോധന ഭഗവാനെ കാണാൻ കഴിഞ്ഞു. എന്നിട്ടും അത് അദ്ദേഹത്തിന് ഭഗവാനിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ആർക്കും അപ്പം അതിനൊരു ആ മനസ്സ് അവിടേക്ക് എത്തത്തക്ക രീതിയിലുള്ള കർമ്മങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിന് പോകാൻ പറ്റും. പക്ഷെ ചിലപ്പോൾ നമ്മുടെ മനസ്സ് വേഗം തിരിയാനുള്ള സാഹചര്യങ്ങളും നമുക്ക് ഒരുക്കി തരാറുണ്ട്. നമ്മുടെ മനസ്സ് അത്ര വേഗം ഭഗവാനിലേക്ക് തിരിക്കാൻ ചിലർക്ക് കഴിയും. നമ്മുടെ ശ്രീലപ്രഭാതരെ പോലെയുള്ള ആൾക്കാർക്ക് നമ്മുടെ മനസ്സിനെ, മഹാപ്രഭുവിന്റെ ആ സന്ദേശത്തെ നമ്മളിൽ എത്തിക്കാനും അത് കൂടുതൽ അത്രയധികം വിശ്വാസത്തോടുകൂടി നമ്മൾ ഉള്ളിലേക്ക് എടുക്കാനും നമുക്ക് കഴിയണം. വിശ്വാസത്തോടുകൂടി ഉള്ളിലേക്ക് എടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുകയുള്ളൂ? ശുദ്ധഭക്തന്മാരോടൊപ്പം നമുക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പം
കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ചപ്പോഴേ കലിയുഗം ആരംഭിച്ചു. അപ്പൊ അന്ന് തൊട്ടേ എന്തു പറയുന്നു, ആൾക്കാരൊക്കെ മറ്റേ സ്വർഗലോകത്തിലുള്ളവരും വിണ്ണവർ ലോകത്തിലുള്ളവരെല്ലാം ആനന്ദം പൂണ്ട് ഇവിടേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഈ ഭൂമിയിലേക്ക് വന്ന് ജനിക്കാൻ, ഈ കലിയുഗത്തിൽ ഭൂമിയിൽ വന്ന് ജനിക്കാൻ ആഗ്രഹിക്കുന്നു. അത്രമാത്രം നാമസങ്കീർത്തനം കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ കഴിയും വിശ്വാസത്തോടു കൂടി. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾ പോകും തോറും. അപ്പൊ നമ്മുടെ മനസ്സിനെ അത്രമാത്രം ഭഗവാനിലേക്ക് പിടിച്ചു നിർത്താൻ, ആ പ്രഭുവിലേക്ക് കൊണ്ടുപോകാൻ, നാമം എന്ന് പറയുന്നത് ഭഗവാന്റെ ആ ഒരു ശക്തിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കാരുണ്യത്തോടുകൂടി മഹാപ്രഭു തന്ന ആ ഒരു ഇതിലേക്ക് നമ്മുടെ മനസ്സിനെ നയിക്കാൻ കഴിഞ്ഞാൽ അപ്പം അങ്ങനെ നമുക്ക് തിരിച്ചു പോകാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം കുരുക്ഷേത്ര യുദ്ധത്തെ അനുഗമിച്ച് കലിയുഗം ആഗതമായി എങ്കിലും ഭഗവാന്റെ സാന്നിധ്യം നിമിത്തം അതിന് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആ സമയത്ത് കലിയുഗം എന്ന് തുടങ്ങേണ്ടതാണ്. പക്ഷെ ഭഗവാന്റെ ആ ഒരു ഇതുകൊണ്ട് ഇവിടെ കലിയുഗം തുടങ്ങിയില്ല. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭഗവാനും പോയി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ അതീന്ദ്ര ശരീരമൊക്കെ കൊണ്ടുപോയി ഈ ഭൂലോകവാസം ഉപേക്ഷിച്ചു. ആ സമയത്താണ് അർജുനൻ ദ്വാരകയിൽ നിന്ന് വന്നതും. അപ്പൊ അങ്ങനെ കലിയുഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകാൻ ആരംഭിക്കുകയും ചെയ്തു. എന്താണ് കലിയുഗത്തിന്റെ ലക്ഷണം എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? യുധിഷ്ഠിരൻ ആരോടാണ് സംസാരിച്ചത് കലിയുഗത്തെ കുറിച്ച്? കലിയുഗത്തിന്റെ ആ ഒരു കാഠിന്യം എവിടേക്ക് വന്നു എന്നുള്ളത് വളരെ മനസ്താപത്തോടുകൂടി യുധിഷ്ഠിരൻ ആരോട് സംസാരിക്കുന്നു? വേറെ ആരോട് സംസാരിക്കാൻ അവിടെ പറ്റുന്നില്ല. അന്യനോട് സംസാരിക്കുന്നു, ഭീമനോട് സംസാരിക്കുന്നു. അതിലേക്കൊന്ന് മനസ്സ് കൊണ്ടുവന്നേ, എന്തൊക്കെയാ സംസാരിച്ചത്? മനുഷ്യർ അല്പബുദ്ധികളും മന്ദബുദ്ധികളും വേണമെങ്കിൽ ആ അർത്ഥത്തിലേക്കും വരാം. മന്ദബുദ്ധികളും ആയതുകൊണ്ടാണ് ഈ ആപത്തുകളൊക്കെ കാണുന്നത്. അങ്ങനെ വേണേലും എടുക്കാം. പിന്നെന്താ പറഞ്ഞോ? യുധിഷ്ഠിരന്റെ വാക്കുകൾ തന്നെ പറയുന്നുണ്ട്. ഈർഷ്യ, വൈരാഗ്യം, അസൂയ, കലഹം, അതെല്ലാം കലിയുഗത്തിന്റെ പ്രത്യേകതകളായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. കൂടാതെ അവിടെ യുധിഷ്ഠിരൻ പറയുന്നുണ്ട്, അല്ലയോ ഭീമസേന, നീ കണ്ടാലും അത്യന്തം വിപത്മരമായ എത്രയെത്ര ദുരിതങ്ങളാണ് ദിവ്യശക്തികളുടെ സ്വാധീനത്താലും ലൗകിക പ്രത്യാഘാതങ്ങളാലും ശാരീരിക പീഡകളായും സാധാരണക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവയൊക്കെ നമ്മെ മതിവിഭ്രമത്തിലാക്കുന്ന, എന്ന് വെച്ചാൽ പശ്യോത്പാദാൻ നരവ്യാഘ്ര ദീപ്യാൻ ഭൗമാൻ സദേഹികാൻ ദാരുണ എന്ന് പറഞ്ഞൊരു ശ്ലോകത്തിൽ പിന്നെ പറയുന്ന എല്ലാ ശ്ലോകങ്ങളും കലിയുഗത്തിന് ഉണ്ടാകാൻ പോകുന്ന ആപത്തുകളെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്. നമ്മെ മതിവിഭ്രമത്തിലാക്കുന്ന സമീപഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന അത്യാപത്തിന്റെ ദുസ്സൂചനകൾ പലതും ഞാനിവിടെ കാണുന്നു. അപ്പം ആ ഭാഗത്തെ അത്യാപത്തെ, ഈ കലിയുഗത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ ആപത്തിന്റെ ദുസ്സൂചനകളല്ല ഞാനിവിടെ കാണുന്നു. അങ്ങനെയാണ് പറയുന്നത്. അപ്പം ലൗകിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു, ദിവ്യശക്തികളുടെ പ്രഭാവം ഇവിടെ കുറയുന്നു. പിന്നെ എന്താണ്? ശാരീരികവും മാനസികവുമായ ആയാസത്താൽ ഉണ്ടാകുന്ന ത്രിവിധ ക്ലേശങ്ങൾ മനുഷ്യനെ എന്ത് ചെയ്യുന്നു? സ്വാധീനിക്കുന്നു. അങ്ങ് ഗ്രഹനിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അഥവാ ദിവ്യ സ്വാധീനത്താൽ അത്യുഷ്ണവും അതിശൈത്യവും അതുപോലെ വെള്ളപ്പൊക്കം, വരൾച്ച തുടങ്ങിയ അത്യാഹിതങ്ങളെല്ലാം ഉണ്ടാകും. മഹാരോഗങ്ങൾ പിടിപെടാം, പകർച്ചവ്യാധികൾ ഉണ്ടാകാം. അങ്ങനെ എന്തെല്ലാമോ ഭൂമിയിൽ വരാമോ അതെല്ലാം ഇവിടെ ഉണ്ടാകുകയും ചെയ്യും. അപ്പം അതുപോലെ ഭഗവാന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നവരായ നാസ്തികരായ അസുരന്മാർ ത്രിവിധ ക്ലേശങ്ങളെയും അതിജീവിക്കാൻ തനതായ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യും എന്ന് അദ്ദേഹം നമുക്ക് ശ്രീ പ്രഭാതരാണ് ഇതൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ പലതവണ അവരുടെ ഉദ്യമങ്ങൾ പരാജയപ്പെടും, എന്നാലും അവര് വേണ്ടത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയില്ല എന്നൊക്കെ നമ്മളിവിടെ വായിച്ചിരുന്നു ഒരുപാട് കാര്യങ്ങൾ അല്ലെ. അപ്പൊ അവിടെ ഈ കലിയുഗത്തിന്റെ പ്രഭാവം വന്നു എന്ന് അവിടെ മനസ്സിലാക്കുക. അതാണ് മഹാരാജാവ് യുധിഷ്ഠിരൻ ദർശിച്ച കലിയുഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകാൻ ആരംഭിച്ചു. ഭഗവാന്റെ ഇഹലോക വിയോഗത്തെ കുറിച്ച് മഹാരാജാവ് യുധിഷ്ഠിരൻ ശരിയായി അനുമാനിക്കുകയും ചെയ്തു. അദ്ദേഹം ആ ഭഗവാൻ പോയി എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷെ അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. സൂര്യൻ അസ്തമിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ ഇന്ന് മാത്രമേ സൂര്യൻ പോകുന്നുള്ളൂ അല്ലെ. സൂര്യൻ അസ്തമിച്ചു എന്ന് പറഞ്ഞാൽ സൂര്യൻ ഇല്ലാതായി എന്ന അർത്ഥം ഉണ്ടോ? സൂര്യൻ ഇല്ല, നമ്മുടെ മറയ്ക്കപ്പെടുന്നു. പക്ഷെ നമ്മുടെ ഇവിടെ മറയ്ക്കപ്പെടുമ്പോൾ വേറൊരു ഭാഗത്തെ സൂര്യൻ പ്രത്യക്ഷമാകുന്നു
പ്രത്യക്ഷമാകുന്നു ഇല്ലേ? നമ്മൾ ഓരോ ഭാഗത്തും മറയ്ക്കപ്പെടുമ്പോൾ ഭഗവാൻ സൂര്യൻ വേറൊരു ഭാഗത്ത് പ്രത്യക്ഷമാകും. അല്പം മാറിക്കഴിയുമ്പോൾ ഭഗവാന് നമുക്കത് എന്ത് തന്നിട്ടാ പോയത്? ഭഗവാൻ ഇവിടുന്ന് പോകും ഉടൻ തന്നെ വേദവ്യാസ മഹർഷി എന്ത് ചെയ്തു? ഒക്കെ തന്നിട്ട് പോയി അല്ലെ? അപ്പം ആ ഒരു അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇപ്പം നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ പോലും നമ്മൾ ആ ഭൗതികതയിൽ കൂടി ആത്മീയതയിലേക്ക് നുഴഞ്ഞ് കയറാൻ ശ്രമിക്കണം. നമുക്ക് ഭൗതികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുമ്പോഴും എന്താണ്, നമുക്കറിയാം, എക്സാമ്പിൾ ആയിട്ട് ധ്രുവ മഹാരാജാവ് കുഞ്ഞ് എന്താ ആഗ്രഹിച്ചത്? സ്വന്തം അച്ഛന്റെ മടിയിൽ ഒന്നിരിക്കണം അല്ലെ? അതിനു പോലും കഴിയാതെ അദ്ദേഹം വിഷമിച്ചപ്പോൾ ആ കൊച്ചു കുഞ്ഞിനുണ്ടായ ഒരു, അത് ഏത് കുട്ടികൾക്കും ഉണ്ടാകുന്നതാണല്ലോ, അപ്പൊ അവന് എന്റെ അച്ഛന്റെ മടിയിൽ കയറി ഇരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. പക്ഷേ അത് സാധിക്കാതെ വന്നപ്പോൾ എന്ത് പറ്റി? അവന്റെ മനസ്സിന് വിഷമമുണ്ടായി. അവന്റെ അമ്മയോട് അപ്പം കുഞ്ഞമ്മ പറഞ്ഞു, എന്ത് പറഞ്ഞു? നീ പോയി ഭഗവാനെ തപസ് ചെയ്ത് എന്റെ വയറ്റിൽ വന്ന് ജനിക്കേ, എന്നാൽ മാത്രമേ നിനക്ക് അതിന് കഴിയുള്ളൂ അല്ലെ? അങ്ങനെ അവനോടി അവന്റെ സ്വന്തം അമ്മയുടെ അടുത്ത് ചെന്നു. അമ്മയുടെ അടുത്ത് ചെന്നപ്പോ അമ്മ പറഞ്ഞു, മോനെ, ഞാൻ നിസ്സഹായയാണ്. അപ്പൊ അതുകൊണ്ട് നീ ഒരു സഹായം തരുവാൻ കഴിവുള്ള ഭഗവാനെ നീ ശരണം പ്രാപിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ എങ്ങനെ ശരണം പ്രാപിക്കണമെന്ന് അറിഞ്ഞില്ല, എവിടെയാണ് ഭഗവാൻ ഉള്ളതെന്ന് അറിഞ്ഞൂടാ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. എന്നിട്ടും അദ്ദേഹം പോയി, കാട്ടിലേക്ക് പോവുകയും അദ്ദേഹം അതാണ് ഏതൊരു വ്യക്തി ആത്മാർത്ഥമായി ഭഗവാനെ ആഗ്രഹിക്കുന്നു, അവിടെ വഴികാട്ടിയായി ആരെങ്കിലും ഉണ്ടാകും. നാരദമുനി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിക്കുകയും ആ ഭൗതികമായിട്ടുള്ള ആഗ്രഹത്തിൽ തപസ്സും മനസ്സ് മാറുന്നതും ഭഗവാൻ തന്നെ മാറ്റിക്കൊടുക്കുന്നതും അതെല്ലാം മാറ്റിയതിന് ശേഷം അദ്ദേഹത്തിലേക്ക് എന്ത് വരുന്നു? അദ്ദേഹത്തിന് യഥാർത്ഥ ജ്ഞാനം നൽകാൻ ഭഗവാൻ വരുന്നു അല്ലെ? ഭഗവാൻ വരുമ്പോ എന്ത് പ്രാർത്ഥിക്കണമെന്ന് പോലും അറിഞ്ഞുകൂടാതെ നിൽക്കുന്ന ആ കുഞ്ഞിന്റെ നേരെ ആ ഭഗവാൻ കരുണയുണ്ടാകുന്നു. അതാണ് ഭഗവാന്റെ കരുണ. നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ കുഞ്ഞുങ്ങളാണ്. അപ്പൊ നമ്മളിലുണ്ടാകുന്ന ചേതോ വികാരം, നമുക്ക് ഭഗവാനെ വേണം എന്നുള്ള ആ ഒരു വികാരം നമ്മൾ പൂർണ്ണമായി അതീവ ശ്രദ്ധയോടുകൂടി അത്യധികം ഗാഠമായി നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കാൻ നമുക്ക് കഴിയും. അത് ഉണ്ടാക്കിയെടുക്കാനാണ് നമുക്ക് പ്രയാസമായിട്ടുള്ളത്. കാരണം നമ്മളെ ഇവിടെ ഇട്ടിരിക്കുകയാണ്. അപ്പം ഒന്നും സംസാരിക്കാനോ ഒരു വാക്കും പറയാനോ ഒരു ശ്ലോകവും പറയാനോ ഒന്നും കഴിവില്ലാത്ത ആ കുഞ്ഞിന്റെ നെറ്റിയിലേക്ക് അദ്ദേഹത്തിന്റെ ശംഖം ഒന്ന് തൊടിയിപ്പിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എന്ത് ഇടതടവില്ലാതെ ഗംഗാജലം ഒഴുകുന്നത് പോലെ ശ്ലോകങ്ങൾ ഇനി കടന്നു വന്നു അല്ലേ? യുന്തപ്രവിശ്യ മമവാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാമ്ന പ്രണാംശ ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഞാനിത് ബൈഹാർട്ട് ചെയ്യണമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന ഒരു ശ്ലോകമാണിത്. അപ്പൊ ആ ഒരു ഭാവം ഒരു ഭക്തന് കുഞ്ഞിനെ പോലും അത്രമാത്രം മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. എന്ന് വെച്ചാൽ എന്തുകൊണ്ട് അവൻ ആഗ്രഹിച്ചതേ ഇല്ല ഇങ്ങനെ ഒരു കാര്യം. ആഗ്രഹിച്ചത് എന്താണ്? ഭൗതിക സമ്പത്താണ്. പക്ഷെ ആ ഭൗതിക സമ്പത്തിനെ ആഗ്രഹിച്ചിട്ട് അവിടെ എന്താക്കി മാറ്റി? അതിനെ ആ ഭഗവാന്റെ കരങ്ങളാക്കി, ഭഗവാന്റെ ശ്രദ്ധയിലേക്ക് അവന്റെ മനസ്സിനെ കൊണ്ടുപോകാൻ അവിടെ കഴിഞ്ഞു. അതിനൊരു ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇപ്പം പ്രഭുജി പറഞ്ഞ പോലെ എന്താണ്, ശുദ്ധഭക്തൻ വന്നിട്ട് അവന്റെ മനസ്സിനെ മാറ്റിയെടുത്തു. അപ്പൊ നമുക്ക് ചോദ്യം അവിടെ ചോദിക്കും, നമ്മൾ ഭൗതികമായി ആഗ്രഹിച്ച് നമ്മളിപ്പോ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? എന്താ? ഒന്നീ നമ്മുടെ വീട്, നമുക്ക് വലിയ ഒത്തിരി വീടുണ്ടാകണം. ഒരു വീടൊന്നും പോരല്ല, നമുക്കിന്ന് ഒരുപാട് വീട് വേണം. പിന്നെന്താണ്, നമുക്ക് ഏറ്റവും വലിയ കാർ വേണം, അല്ലെങ്കിൽ പ്ലെയിൻ വേണം, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാകണം. ഇതൊക്കെ നമ്മൾ ആഗ്രഹിച്ചാൽ പോലും ആ ആഗ്രഹങ്ങളെയെല്ലാം മാറ്റിയെടുക്കാൻ ശുദ്ധഭക്തർക്ക് കഴിയുമെന്നുള്ളതിന്റെ എക്സാമ്പിളാണ് നമ്മളവിടെ കാണുന്നത്. അപ്പം യോന്തപ്രവിശ്യം അമവാചമിമാം പ്രസുപ്താം, എന്റെ ഉള്ളിലേക്ക് കടന്നിട്ട് എന്റെ മനസ്സിനെ മാറ്റിയെടുത്തു. എന്താണ്? ആ അഖില ശക്തി ധര സ്വധാംന, ആ സ്വധാംന ഭഗവാനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ അദ്ദേഹത്തെ ഞാൻ നമസ്കരിക്കുന്നു. അപ്പൊ അങ്ങനെ ആ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അപ്പൊ ആ കുട്ടി പഠിച്ചിരുന്നതല്ല, കേട്ടിരുന്നതല്ല, ഒന്നുമല്ല. പക്ഷെ അവന്റെ അന്തരംഗത്തിൽ നിന്നും അവന്റെ മനസ്സിൽ നിന്നും ഇതെല്ലാം വരുന്നതിന് കാരണമായി ഭവിച്ചു എന്ന് നമ്മൾ മനസ്സിനെ ഒരുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരുക്കി
മാറ്റിയെടുക്കാൻ കാരണമായി വരും എന്നുള്ളതാണ്. ഇവിടെ ഭഗവാൻ പോയി അപ്രത്യക്ഷനായി എന്ന് വെച്ചാൽ ഭഗവാൻ പോയി എന്ന് വെച്ചാൽ ഭഗവാൻ വേറൊരിടത്തുണ്ട്. ഭഗവാൻ ഇല്ല എന്നല്ല, ഭഗവാൻ ഇവിടുത്തെ കർമ്മം കഴിഞ്ഞിട്ട് ഭഗവാൻ വേറൊരിടത്തേക്ക് യാത്ര തിരിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം എന്താണ്, വെള്ളച്ചാട്ടത്തിൽ നിന്ന് എങ്ങനെയാണോ വെള്ളം വീഴുന്നത് അതുപോലെയാണ് ഭഗവാൻ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നത്. നമ്മൾ ഭാഗവതത്തിൽ തന്നെ പഠിച്ചിരുന്നു. ഹരേ കൃഷ്ണ. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. യുധിഷ്ഠിരസ്തത് പരിസർപ്പണം ബുധഃ പുരേ ച രാഷ്ട്രേ ച ഗൃഹേ തഥാത്മനി പിപാവ്യലോഭാനൃതജിഗ്മ ഹിംസനാ യഥാപര്യഥാത്. അപ്പം ആ യധർമ്മചക്രമല്ല, അധർമ്മചക്രം. ലോഭാനൃതജിഗ്മ ഹിംസനാദ്യ അധർമ്മചക്രം ഗമനായ പര്യഥാത്. യുധിഷ്ഠിരത്തത് തഥാത്മനി വിഭാവ്യലോഭ അനർത്ഥ ജിഹ്മ ഹിംസനാദി വിഭാവ്യലോഭാനർത്ഥ ജിഹ്മ ഹിംസനാദി അധർമ്മചക്രം ഗമനായ പര്യഥാത്. അവിടെ അങ്ങനെ എടുക്കുന്നത് നല്ലത് കേട്ടോ. വിഭാവ്യ വേണം അവിടെ. വിഭാവ്യ എടുത്തെങ്കിലേ പറ്റൂ. അന്തരമൊന്നുമില്ല. ലോഭ അനർത്ഥ ജിഹ്മ. അനിർദ എന്നുള്ളതാണ് അവിടെ, അന്തരമല്ല. ലോഭാനിർദ ജിഹ്മ ഹിംസനാത്. വിഭാവ്യ ലോഭാനിർദ ജിഹ്മ ഹിംസനാത്. വിഭാവ്യലോഭാനിർദജന്മ ഹിംസനാത്. അപ്പം അവിടെ വിഭാവ്യമായിട്ടുള്ളതും ലോഭമായിട്ടുള്ളതും അനർത്ഥം എന്ന് വെച്ചാൽ അവിശ്വാസമായിട്ടുള്ളതും ജിഹ്മ, പിന്നെ ഹിംസന ആദി അധർമ്മ ചക്രം ഗമനായ പര്യ. യുധിഷ്ഠിര എന്ന് പറയും, യുധിഷ്ഠിരൻ തന്നെ. തത് എന്ന് പറയുമ്പോ അത്, പരിസർപ്പണം എന്ന് പറയുമ്പം വിസ്തരിക്കുക. ഭഗവാൻ വിസ്തരിച്ചു. ബുധ എന്ന് പറയുമ്പം ബുദ്ധിയുള്ള എന്നുള്ള അർത്ഥമുണ്ട് ഇവിടെ. പക്ഷേ ആദ്യന്തമായിട്ട് കൂടുതൽ അറിയുന്ന എന്നുള്ള അർത്ഥത്തിൽ എല്ലാ വിധത്തിലുള്ള അറിവുമുള്ള, ആദ്യന്തമായുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന എന്നുള്ളതാണ് പരിണത പ്രജ്ഞനായ എന്നൊക്കെ കൊടുത്തേക്കുന്നതിന്റെ അർത്ഥം. ഉദാഹരണം വെച്ചാൽ ആദ്യന്തമായിട്ട് സർവ്വതിനെയും മനസ്സിലാക്കാൻ കഴിയുന്ന. പുരേ രാജധാനിയിൽ, ച അതുപോലെ, രാഷ്ട്രീയ രാജ്യത്തെ, ച പിന്നെയും വരുന്നു എന്നുള്ള അർത്ഥം. ഗ്രഹേ എന്ന് പറഞ്ഞാൽ ഭവനം, തഥാ അതുപോലെ, ആത്മനി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം, വിഭാവ്യ നിരീക്ഷണ ബുദ്ധിയായിട്ടുള്ള, ലോഭ വളരെ ഒന്നും ചെലവാക്കാൻ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ ഒന്നും മനസ്സിനെ ശുദ്ധമാക്കിയിട്ടില്ലാത്ത ആണ് ലോഭ ഉള്ളവര്. അനർത്ഥ എന്ന് പറയുമ്പോൾ അനിർദ എന്നാണ്. അനിർദ എന്നുള്ളതാണ് വാക്ക് അവിടെ. അനിർദ എന്ന് പറയുമ്പോഴേ അവിശ്വാസം. അനിർദ അർത്ഥത്തിൽ അത് കൊടുത്തിരിക്കുന്ന അനർത്ഥ എന്നല്ല, അങ്ങനെയല്ല, അനിർദ എന്നാണ്. ലോഭാനിർദ. പിന്നെ ജിഹ്മ നയതന്ത്രം. പിന്നെ ഹിംസന എന്ന് പറഞ്ഞാൽ ആ ഒരു ആക്രമങ്ങളൊക്കെ. ഹിംസനാദി എന്ന് പറയുമ്പോൾ അക്രമങ്ങൾ തുടങ്ങിയവ. പിന്നെ അധർമ്മചക്രം എന്ന് വെച്ചാൽ അധർമ്മത്തിൻ്റെതായ കൂട്ടിൽപ്പെട്ടിട്ട് അതിനെ വലയം ചെയ്തിട്ട് ഗമനായ എന്ന് വെച്ചാൽ പ്രയാണത്തിനായി, എന്ന് വെച്ചാൽ അധർമ്മചക്രത്തിൽപ്പെട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. പര്യഥാതെ അതിനനുയോജ്യമായി വസ്ത്രം ധരിച്ചു. അതിന് ചേരുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ചു. പര്യഥാത്. യുധിഷ്ഠിരസ്തത് പരിസർപ്പണം ബുധഃ പുരേ ച രാഷ്ട്രേ ച ഗൃഹേ തഥാത്മനി വിഭാവ്യ ലോഭാനിർദജന്മ ഇഹ ജന്മ ഹിംസനാ അധർമ്മചക്രം ഗമനായ പര്യഥാത്. യുധിഷ്ഠിരസ്തത് പരിസർപ്പണം ബുധഃ പുരേ ച രാഷ്ട്രേ ച ഗൃഹേ തഥാത്മനി വിഭാവ്യ ലോഭാനിർദജിഗ്മ ഹിംസനാത്. ഹിംസനാത് എന്ന് എടുക്കണം അവിടെ കേട്ടോ. ഹിംസനാത് അധർമ്മചക്രം ഗമനായ പര്യഥാത്. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ. യുധിഷ്ഠിരസ്തത് പരിസർപ്പണം ബുധഃ പുരേ ച രാഷ്ട്രേ ച ഗൃഹേ തദാത്മനി വിഭാവ്യ ലോഭാനിർദജിഗ്മ ഹിംസനാത്
അധർമ്മചക്രം ഗമനായ പര്യതാത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ലോകാനിത ജിഹ്മ ഹിംസനാഥ് എന്നതാണ്. ജിഹ അത് ഓർത്തോണം, ജിഹ്മ ഹിംസനാഥ്, ജിന്മയല്ല അവിടെ. ഓക്കെ, ജിഹ്മ എന്നാണ് അവിടെ വരേണ്ടത്. ലോഭാനിർദ്ദ ജിഹ്മ ഹിംസനാഥ്. ഓക്കെ, വേറെ ആളൂടെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യുധിഷ്ഠിരസ്തത് പരിസർപ്പണം ബുധഃ പുരേ ച രാഷ്ട്രേ ച ഗൃഹേ തദാത്മനി വിഭാവ്യ ലോകാത് നൃത ജിഹ്മ ഹിംസനാത് അധർമ്മചക്രം ഗമനായ പര്യതാത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതായത് ലോക അല്ല ലോഭ എന്നാണ്. ചില പുസ്തകത്തിന് അങ്ങനെ ലോക എന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കോണം. വിഭാവ്യ ലോഭ അനിർദ്ദ ജിഹ്മ ഹിംസനാഥ് അങ്ങനെ ആക്കിക്കോണം. പല പുസ്തകത്തിൽ തെറ്റുകളുണ്ട് അവിടെ. ലോഭാനിർദ്ദ ജിഹ്മ ഹിംസനാഥ്. അപ്പം എന്റെ വിവർത്തനം ട്രാൻസ്ലേഷൻ ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ഹരേ കൃഷ്ണ. കലിയുഗത്തിന്റെ സഹജ ലക്ഷണങ്ങളായ അധ്യാർത്തി, മിഥ്യാബോധം, വഞ്ചന, അക്രമം എന്നിവയുടെ പ്രഭാവം രാജ്യത്തിലുടനീളം രാജധാനിയിലും ഭവനങ്ങളിലും പ്രജകൾക്ക് മധ്യേയും പ്രകടമായെന്ന് മനസ്സിലാക്കത്തക്ക വിധം വിവേകിയായിരുന്നു മഹാരാജാവ് യുധിഷ്ഠിരൻ. ആകയാൽ അദ്ദേഹം ബുദ്ധിപൂർവം കൊട്ടാരം ഉപേക്ഷിച്ച് യാത്രയാകാൻ അനുയോജ്യമായ വേഷം ധരിച്ചു. അപ്പം ഭഗവാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ ഭഗവാൻ പോയി കഴിഞ്ഞു എന്ന് കേട്ടപ്പോൾ പിന്നെ അവർക്ക് അവിടെ നിൽക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായില്ല. അപ്പോഴെന്താണ് ചെയ്തത്? മഹാരാജാവാണ്, ആ ലോകത്തിന്റെ ചക്രവർത്തിയാണ്. അദ്ദേഹത്തിന് ആ രാജ്യം ഭരിച്ചുകൊണ്ട് കുറെ കാലം അങ്ങ് ജീവിക്കാം എന്നൊന്നും അദ്ദേഹം വിചാരിച്ചില്ല. 36 വർഷം ഭരിച്ചതുകൊണ്ട് അദ്ദേഹം സംതൃപ്തനായി. ഇനിയും അദ്ദേഹത്തിന് ഇവിടെ ഭരിക്കണ്ട. എന്തുകൊണ്ട് ഭരിക്കണ്ട? എന്താണ് കാരണം ഭഗവാൻ അദ്ദേഹത്തിന് അങ്ങനെ തോന്നാനേ? എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? ഭഗവാൻ പോയത് കൊണ്ട്. നമുക്ക് നേരത്തെ അറിയാം, ഭഗവാൻ വരുന്ന സമയത്ത് ഭഗവാന്റെ കൂടെ വരുന്നവരായ ആൾക്കാരെ എല്ലാം പല രീതിയിൽ അങ്ങനെ അവരൊക്കെ ഇവിടെ വന്നു. അപ്പൊ ഭഗവാൻ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്കിവിടെ പ്രസക്തിയില്ല. കാരണം എന്താണ്? വേറെ ആൾക്കാർക്ക് സ്ഥാനം മാറി മാറി കൊടുക്കണം എന്നുള്ളത് അവർക്ക് മനസ്സിലാകുകയും അങ്ങനെ തിരിച്ചു പോകാൻ ആ കലിയുഗത്തിന്റെ സഹജ ലക്ഷണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? നമുക്ക് അത്യാർത്തി ഉണ്ടാകുന്നു, ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ മിഥ്യാബോധം വളർത്തിയെടുക്കുന്നു, അതുപോലെ വഞ്ചന പലയിടത്തുമുണ്ട്, അക്രമങ്ങളൊന്നുണ്ട്. ഇവിടെ നമുക്ക് ഇപ്പൊ തന്നെ ഇതെല്ലാം നമുക്ക് ന്യൂസ് കേൾക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വീടുകളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളും അതുകൾ ജനങ്ങളുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുണ്ടാകുന്നത്, രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്ന് വേണ്ട ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഇനിയും ഞാനിവിടെ നിന്നിട്ട് ഭഗവാന്റെ ആ സാന്നിധ്യം, ഇനിയും ഞാനിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചു പോകാൻ തയ്യാറാകുന്ന ഒരാളാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ശ്രീല പ്രഭുപാദർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രഭുപാദിക്ക് ജയ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് കുരുക്ഷേത്ര യുദ്ധാരംഭ ദിനം മുതൽ കലിയുഗം ആരംഭിച്ചു എന്നും ഇനിയും അന്നത്തെ ടൈം വെച്ച് പറയുകയാണ് 4,27,000 വർഷങ്ങൾ കലിയുഗം തുടരുമെന്നും നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിലൊക്കെ പ്രതിപാദിച്ചിട്ടുള്ളതാണ്. അപ്പം കലിയുഗത്തിന്റെ സഹജ ഗുണങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. നമ്മളിപ്പോ പറഞ്ഞ മിഥ്യാബോധവും വഞ്ചനയും, അതൊക്കെയും വഞ്ചന, ചതി, സ്വജനക്ഷപാതം ഇതെല്ലാം നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പം 5000 വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും കഴിഞ്ഞുള്ളൂ എങ്കിലും നമ്മൾ യഥാർത്ഥത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 4,27,000 എത്തുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? അപ്പൊ നമ്മൾ എത്രയും വേഗം നമ്മുടെ മനസ്സിനെ മാറ്റിയെടുത്ത് നമുക്ക് ആരെങ്കിലും ഒരു ശുദ്ധഭക്തനെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞാൽ അതൊരു ഏറ്റവും ഉത്തമമായ ഒരു കാര്യം ആയിരിക്കും. അല്ല നമുക്ക് തോന്നുന്നത് എന്താണ്? വന്യയുടെ രൂപത്തിൽ വന്ന ഇന്ദ്രനെ പോലെ നമുക്കിവിടെ തന്നെ കഴിയണമെന്നുള്ള ചിന്താഗതിയാണെങ്കിൽ നമുക്കിവിടെ കഴിയാം സുഖമായിട്ട് ഇങ്ങനെ. പക്ഷേ കലിയുഗം അങ്ങോട്ട് പുരോഗതി പ്രാപിക്കുമ്പോഴേക്കും നമുക്കറിയാം, 12ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട്, 20 വയസ്സ് വരെയൊക്കെ ഒരാൾക്ക് ജീവിതം ഉണ്ടാവുകയുള്ളൂ. ആ 20 വയസ്സിനകത്ത് എന്തെല്ലാം രീതിയിൽ നമ്മൾ അധപ്പതിക്കാമോ ആ രീതിയിലൊക്കെ ഒരു ശ്വാനന് തുല്യമായി നമ്മളിവിടെ ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ് കാണുന്നത്, അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ കലിയുഗത്തിന്റെ ഒരു എല്ലാ സഹജ ഗുണങ്ങളും അവയെല്ലാം ഇവിടെ പ്രകടമാകുന്നു. അപ്പം അങ്ങനെ ഭഗവാൻ പോയി ഉടൻ തന്നെ ഇതെല്ലാം ഇങ്ങനെ വരികയാണ്. അതിനു മുമ്പ് തന്നെ കലിയുഗം ആരംഭിക്കേണ്ടതാണ്. ഭഗവാന്റെ പ്രസൻസ് കൊണ്ട് അതൊന്നും മാറി കിട്ടി, അത്രേ ഉള്ളൂ.
കൽപ്പാന്തകാലം വരെ ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കലിയുഗത്തിന്റെ സ്വാധീനശക്തി ഭാവിയിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ വ്യക്തിവെക്കും എന്നതിനെ കുറിച്ച് ആർക്കും സങ്കല്പിക്കാൻ കഴിയില്ല. അപ്പൊ കലിയുഗം ഏത് രീതിയിൽ, നമ്മളിപ്പം വായിക്കുന്നതിൽ പലർക്കും വിശ്വാസമില്ല, ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നതല്ലേ, അത് നടക്കണമെന്നൊന്നും ഇല്ലല്ലോ. എന്ന് വെച്ചാൽ സനാതനധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ളതിനെ വിശ്വസിക്കാൻ നമുക്കിന്നും കഴിയുന്നില്ല. അതൊക്കെ വെറും കള്ളങ്ങളായി, വെറും ഒരു കഥകളായി, കെട്ടുകഥകളായിട്ട് നമ്മൾ കാണുന്നു എന്നുള്ളതാണ് നമ്മൾ. അപ്പൊ ഭഗവാന്റെ ആ ഒരു നേരത്തെ നമ്മൾ പഠിച്ചു, ഭഗവാൻ ഇവിടെ വരുന്നത് എങ്ങനെയാണ്? ഭഗവാൻ സ്വയം ഭഗവാനായിട്ടാണ് ഇവിടേക്ക് വന്നത്, അല്ലേ? എങ്ങനെയാതെന്നറിയാം? ഏത് ശ്ലോകത്തിൽ നിന്ന് നമുക്കറിയാം? ഞാൻ പറഞ്ഞു, പരിഭാഷാ സ്തോത്രമായിട്ട് പരിഭാഷാ ശ്ലോകമുണ്ട്. ഏതാണ് പരിഭാഷാ ശ്ലോകം? ആർക്കെങ്കിലും അറിയാമോ? പഠിക്കണേ, ഞാൻ പറഞ്ഞിരുന്നതാണ്. താങ്ക് യു മദജി. ഹരേ കൃഷ്ണ, പറഞ്ഞോളൂ. ഏതേചാംശ കലാപുംസ കൃഷ്ണസ്തു ഭഗവൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം ഹൃദയന്തി യുഗേ യുഗേ. അപ്പൊ ഭാഗവതം പഠിക്കുന്ന എല്ലാവരും അറ്റ്ലീസ്റ്റ് ആ ശ്ലോകം ഒന്ന് ബൈഹാർട്ട് ചെയ്യും, നിങ്ങളെല്ലാവരും. കാരണം എന്താണ്? ഭഗവാനാണ് പൂർണ്ണ പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ളതിന് എന്താണ് തെളിവ്? അല്ലെങ്കിൽ ഭഗവാനിൽ നിന്നാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി കൊടുക്കണമെങ്കിൽ ഈ ശ്ലോകത്തിൽ കൂടി നമുക്ക് കഴിയും. അതുകൊണ്ടാണ് അത് പഠിക്കുന്നത്. അപ്പം ഭഗവാന്റെ 3 രൂപത്തിൽ നമ്മൾ ഇവിടെ വരുമെന്ന് പറഞ്ഞു. സ്വയം രൂപത്തിൽ ഭഗവാൻ വരുമെന്ന് പറഞ്ഞു, തദേകാത്മ രൂപത്തിൽ വരുമെന്ന് പറഞ്ഞു, വിലാസ രൂപത്തിൽ വരുമെന്ന് പറഞ്ഞു, അല്ലെ? പല രൂപത്തിൽ പല രീതിയിൽ ഭഗവാൻ ഇവിടെ പ്രകടമാകും. അങ്ങനെ ഭഗവാൻ എന്ന് വെച്ചാൽ ഭഗവാൻ തന്നെയാണ് ഈ രൂപത്തിലെല്ലാം വരുന്നത് എന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. പാസ്റ്റ് ടൈം എക്സ്പാൻഷനായിട്ട് വരുമ്പോൾ അതിന് എന്തുവാ പറയുന്നത്? ഞാൻ പറഞ്ഞിരുന്നതാണ്. ലീലാ പുരുഷോത്തമനായിട്ട്, ലീല കാണിക്കാനായിട്ട് ആ പുരുഷോത്തമൻ എക്സ്പാൻഡ് ചെയ്ത് വരുന്നു. അപ്പൊ അതിനൊരു പേര് പറഞ്ഞു, ഞാൻ ഓർമ്മയുണ്ടോ? ലീലാവതാരം അല്ല, പാസ്റ്റ് ടൈം എക്സ്പാൻഷൻ. ഞാൻ അവതാരമല്ല ചോദിച്ചത്, പാസ്റ്റ് ടൈം എക്സ്പാൻഷൻ. വിലാസ വിഗ്രഹം പഠിച്ച ഓർമ്മയുണ്ടോ? വിലാസ വിഗ്രഹവും വിലാസ വിഗ്രഹം പാസ്റ്റ് എക്സ്പാൻഷൻ, പാസ്റ്റ് ടൈം എക്സ്പാൻഷൻ ആയിട്ട് വരുമ്പോൾ വിലാസ വിഗ്രഹമായിട്ടും, സ്വാംശ രൂപത്തിൽ വരുമ്പോൾ അത് പേഴ്സണൽ എക്സ്പാൻഷനാണ് സ്വാംശ രൂപം എന്ന് പറയുന്നത്. സ്വാംശ രൂപത്തിൽ വരുമ്പോഴത്തേക്ക് അപ്പൊ ഭഗവാൻ തന്റെ അചിന്ത്യമായ ഇൻകൺസീവബിൾ പൊട്ടൻസി കൊണ്ട് ആ വിവിധ സവിശേഷതകളോടുകൂടിയ ധാരാളം രൂപം ഡിസ്പ്ലേ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മള് എന്ത് പറയുന്നത്? വിലാസ വിഗ്രഹങ്ങളെന്ന് പറയുന്നത്. ഭഗവാന്റെ അചിന്യമായ പൊട്ടൻസി കൊണ്ട് വിവിധ സവിശേഷതകളോടുകൂടി ധാരാളം രൂപം ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മള് എന്ത് പറയുന്നത്? വിലാസ വിഗ്രഹങ്ങളെന്ന് പറയുന്നു. അത് ആ ഒറിജിനൽ ഫോമിൽ നിന്ന് സ്ലൈറ്റ് ഡിഫറൻസ് മാത്രമേ കാണുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഈ സാംശം എന്ന് പറയുന്നതും എന്താണ്? ആ ഒരു വിലാസത്തിനോട് അല്പവ്യത്യാസം അവിടെയും കാണുന്നുണ്ട് എന്നുള്ളതാണ്. അല്പാൽപമായി വ്യത്യാസങ്ങളോടുകൂടി ഭഗവാൻ പല രീതിയിൽ പ്രകടമാകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചതുർവ്യൂഹത്തെ കുറിച്ചൊക്കെ പഠിച്ചു, അല്ലെ? അപ്പൊ അതുപോലെ ഭഗവാൻ പല രൂപത്തിൽ വരുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. സ്വയം രൂപം, സ്വയം പ്രകാശം, അതും പഠിച്ചതാണ്. സ്വയം രൂപത്തിൽ വരുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു? അതേ രീതിയിൽ ഭഗവാന്റെ ഏത് രീതിയിലാണോ ലോകത്തിൽ പ്രകടമായിരുന്നത് അതേ രീതിയിൽ ഭഗവാൻ ഇവിടെ വരുന്നുണ്ട്. പക്ഷെ ശംഖചക്ര ഗദാധാരിയായിട്ട് എന്ത് ചെയ്യുന്നു? 4 കൈകോടുകൂടി വരുമ്പോഴത്തേക്ക് അത് പ്രാഭവ പ്രകാശമാകുന്നു. ദേവകിക്ക് ആദ്യമായിട്ട് കാണിച്ചു കൊടുക്കുന്നത് ഏതിലാണ്? 4 ഹാൻഡഡ് ഫോമിലാണ് കാണിച്ചു കൊടുക്കുന്നത്. അവിടെ പ്രാഭവ പ്രകാശത്തിൽ കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ പിന്നീട് ദേവകി പറയും, അങ്ങ് എന്താണ് ഈ 4 കൈയിലൊക്കെ വന്നാൽ എന്ത് സംഭവിക്കും? കംസൻ വന്ന് വധിക്കും ഭഗവാനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ കൊച്ചു കുഞ്ഞായിട്ട് നിൽക്കുമ്പോഴേ. അതുകൊണ്ട് എന്ത് ചെയ്തു? അന്നൊരു സാധാരണ കുഞ്ഞാകൂ എന്ന് പറയുമ്പോൾ 200 ഫോം എടുക്കും. അവിടെ എന്തായി മാറുന്നു? വൈഭവ പ്രകാശത്തിലേക്ക്. ഭഗവാൻ അങ്ങനെ ഏത് സമയത്ത് പ്രാഭവ പ്രകാശം എടുക്കും, ഏത് സമയത്ത് വൈഭവ പ്രകാശം എടുക്കും, ഇതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഭഗവാനെ മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ ഭഗവാനിലേക്ക് എത്താൻ കഴിയും. ഭഗവാനിൽ എത്തിച്ചേരാൻ ഒരു സാധാരണ ഒരു ശുദ്ധഭക്തന്റെ സഹായത്തോടു കൂടി നമുക്ക് കഴിയും. അതാണ് നമ്മൾ അറിയേണ്ട കാര്യം. അപ്പൊ ഇങ്ങനെ കലിയുഗത്തിന്റെ സ്വാധീന ശക്തി വരുന്നു. നമുക്ക് തിരിച്ചു പോകണമെന്ന ചിന്താഗതി നമ്മളിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത്. അപ്പൊ അതുപോലെ സംസ്കാര സമ്പന്നെന്ന് വിശേഷിപ്പിക്കുന്ന നാസ്തികരെ ഉള്ളതാണ് കലിയുഗ സ്വാധീനം. കലിയുഗ സ്വാധീനം ആർക്കുള്ളതാണ്? ഭക്തിയിൽ പോകുന്നവർക്കുള്ളതല്ല, അഭക്തർക്ക് ഉള്ളതാണ്
ഓരോ കാര്യങ്ങളും കാണുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ഇതൊക്കെ എന്നെ ബാധിക്കുന്നതല്ല എന്ന് ചിന്തിക്കാൻ അത്രമാത്രം ഇത് വേണം നമുക്ക്. അല്ലാതെ സാധാരണ രീതിയിൽ നമുക്ക് കഴിയില്ല. നമ്മൾ നാമം ജപിക്കുന്നത് ഒരു 16 റൗണ്ട് എങ്ങനെയും തീർത്തു വെക്കുന്നു, ആ രീതിയിൽ തീർത്തു വെക്കുന്നതുകൊണ്ടായില്ല. ആത്മാർത്ഥമായി നാമം ജപിച്ചിട്ട് ഭഗവാനെ തന്നെ വേണമെന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രം കലിയുഗം ബാധിക്കുകയേ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഭഗവാന്റെ മഹാഭക്തനായിരുന്നാൽ കലിയുഗത്തെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവും ആർക്കുണ്ടായിരുന്നില്ല. യുധിഷ്ഠിരൻ ഉണ്ടായിരുന്നില്ല. യുധിഷ്ഠിരൻ പോകാൻ തുടങ്ങി. കലിയുഗം വരുന്നെന്ന് പേടിച്ചൊന്നും അല്ല യുധിഷ്ഠിരൻ പോകാൻ തുടങ്ങിയത് എന്നിവിടെ പറഞ്ഞിരുന്നു. അദ്ദേഹം ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നും വിരമിക്കാൻ തന്റെ സർവസ്വമായ ഭഗവാൻ തിരിച്ചുപോയി. ഇനി എനിക്കിവിടെ ഗൃഹസ്ഥാശ്രമം കൊണ്ട് കഴിയേണ്ട ആവശ്യമില്ല, എനിക്ക് തിരിച്ചു പോകണം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ മടങ്ങിപ്പോകാൻ സ്വയം തയ്യാറെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? അവര് ഭഗവാന്റെ ശാശ്വത സേവകരായിരുന്നു. അവര് വിചാരിച്ചാൽ അത് സാധിക്കുമായിരുന്നു. നമ്മൾക്കും ആ ശാശ്വത സേവകരാകാൻ കഴിയും. പക്ഷെ നമ്മളത് അതിന്റെ അറ്റത്ത് പോലും ആ ചിന്താഗതി നമുക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവരൊക്കെ ശാശ്വത സേവകരായിരുന്നതിനാൽ മറ്റെന്തിനേക്കാളും ഭഗവാന്റെ സാമീപ്യം അവർ ആഗ്രഹിച്ചു. അതോ ഭഗവാനോടൊപ്പമുള്ള വാസത്തിൽ അതീവ തൽപരരായിരുന്നു അവരെല്ലാവരും. ഒരു ഉത്തമ രാജാവായിരുന്നതിനാൽ ഭൗതിക ജീവിതത്തിലും വിരമിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാൻ മഹാരാജാവ് യുധിഷ്ഠിരൻ ആഗ്രഹിച്ചു. അപ്പൊ രാജാവ് എന്ത് ചെയ്യുന്നോ അതിനെ ഭഗവത്ഗീത പറയുന്നുണ്ട്. ജനകൻ മുതലായ ആദിയായവർ എന്ത് ചെയ്തിരുന്നു? കർമ്മങ്ങൾ ചെയ്തിരുന്നു, അല്ലെ? കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മറ്റുള്ളവർ എന്നെ അനുകരിക്കും, അവർ മടിയന്മാരായി തീരും എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ. അതുപോലെ ഇവിടെയും യുധിഷ്ഠിരൻ പറയുന്നു, ആ ഒരു മറ്റുള്ളവർക്ക് മാതൃകയായി തീരണം എന്ന് വെച്ചാൽ ഭഗവാനെ കുറിച്ച് പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ആവശ്യമില്ലാത്ത ചിന്തകളെല്ലാം മാറ്റിയെടുക്കാൻ നമ്മൾക്ക് കഴിയണം. അങ്ങനെ അതിൻ്റെ കൂടെ ശ്രീലപ്രഭുപാദർ പറഞ്ഞു തരുന്നത് എന്താണ്? ഭവനകാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ തക്ക പ്രായമായവർ കുടുംബത്തിൽ ഉണ്ടായാൽ ഉടൻ തന്നെ നിശ്ചയം വിരമിക്കണമെന്നാണ് പറഞ്ഞത്. എപ്പോഴും നമുക്ക് റെസ്പോൺസിബിലിറ്റി വേണം, ഞാനായിരിക്കണം കുടുംബത്തിന്റെ നാഥൻ എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് അതിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കാതെ മറ്റുള്ളവരെ, മക്കളെ പ്രായപൂർത്തിയായി അവർക്ക് എന്താണ് അധികാരം, കാര്യങ്ങൾ നടത്തിക്കൊണ്ടു, അധികാരമല്ല, കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിവുണ്ട് എന്ന് കണ്ടാൽ നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ഇട്ട് അത്രയും നമ്മുടെ മനസ്സ് അത്രയും വേഗം എവിടേക്ക് എത്താൻ കഴിയും? ഭഗവാനിലേക്ക് എത്തിക്കാൻ കഴിയും. അല്ലാതെ നമ്മളെ പണമേ, നമ്മളെ കുടുംബമേ എന്ന് പറഞ്ഞ് പിടിച്ചു കെട്ടിയിരുന്നാൽ നമുക്ക് ഒരിക്കലും പോകാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ സ്വയം ആത്മസാക്ഷാത്കാരത്തിൽ ഉന്നതി പ്രാപിക്കേണ്ടത് മരണം ആഗതമാകുന്നത് വരെ, അഥവാ യമരാജൻ വിളിക്കുന്നത് വരെ ഗൃഹസ്ഥ ജീവിതം നയിച്ചിട്ട് അങ്ങനെ ഇഞ്ചിഞ്ചായി മരിക്കരുതേ എന്നാണ് ഇവിടെ പ്രഭാതൻ നമുക്ക് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ യുധിഷ്ഠിരൻ കാണിച്ച ഈ ഒരു പ്രവൃത്തിയിൽ നിന്ന് അതിന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അപ്പൊ സജീവമായ ഭൗതിക ജീവിതത്തിൽ വിരോമിച്ച് വയോധികന്മാരായാൽ അവരെപ്പോഴും ഭഗവാനിലേക്ക് തിരിയാൻ ആത്മസാക്ഷാത്കാരത്തിനായി ഇന്നത്തെ കാലഘട്ടത്തിൽ അവനെ ഉപേക്ഷിച്ചു പോകാൻ പ്രയാസമാണ്. കാരണം നമ്മുടെ മനസ്സിനെ സമ്മതിക്കില്ല. അത് തന്നെയുമല്ല, അവനെ ഉപേക്ഷിച്ചു പോയാൽ നമുക്ക് പണ്ടത്തെ പോലെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാനുള്ള സ്ഥലമൊന്നും ഇന്നില്ല. വീട്ടിൽ ഇരുന്നു കൊണ്ട് നമ്മൾ എവിടെ വസിക്കുന്നു അവിടെ മധുരയാക്കി അല്ലെങ്കിൽ അവിടുത്തെ വൃന്ദാവനമാക്കി മാറ്റണം. നമ്മൾ വസിക്കുന്നിടം വൃന്ദാവനമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹരേ കൃഷ്ണ. നമുക്കിവിടെ നിർത്താൻ സമയം നൽകാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വരും. ഹരേ കൃഷ്ണ. ഒരു കാര്യമുണ്ട് മാതാജി. കൃഷ്ണ, അതായത് അടുത്ത തലമുറ എന്ന് പറഞ്ഞാൽ പരീക്ഷിത് മഹാരാജ അല്ലേ? അവിടെ അതില് അടുത്ത തലമുറ. പക്ഷെ പരീക്ഷിത് മഹാരാജ് അന്നേരം ജനിച്ചതല്ലേ ഉള്ളൂ, യുദ്ധം തീരുന്ന ടൈപ്പാണ്. പക്ഷെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയോട് കൂടി നിൽക്കാൻ, കുഞ്ഞ് വളരുവോളം ആ രാജ്യത്തെ ഏൽപ്പിക്കാൻ ഒരാളെ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. കുഞ്ഞാണെങ്കിലും അധികാരം കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിന് റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആരായിരുന്നു അന്ന് അവിടെ ഭരണ സംവിധാനം കൈയാളുന്ന ആൾക്കാർ? ഇവർ 5 പേരും അങ്ങ് പോയല്ലോ. ഇവർ 5 പേരും പോയി. സ്വർഗദ്വാരത്തിലേക്ക് പോയി എന്ന് പറയുന്നു. എങ്കിലും സ്വർഗദ്വാരം എന്ന് നമ്മൾ പറയാൻ പാടില്ല. എവിടേക്ക് പോയി? സ്വധാമത്തിലേക്ക് തിരിച്ചു പോയി. അപ്പൊ ആ സമയത്ത് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നവരുടെ സഹായത്തോടു കൂടി അദ്ദേഹത്തിന്റെ പേരിൽ, പരീക്ഷിത് മഹാരാജാവിന്റെ പേരിൽ ഭരണം നടത്തിയിരുന്നു.
അങ്ങനെയാണല്ലോ, അങ്ങനെ ഭരിക്കാൻ പറ്റുമല്ലോ. ഭരണ സംവിധാനം അവിടെ ഉണ്ടായിരുന്നു, അവരെല്ലാവരും പോയില്ല. ആ ഭരണ സംവിധാനം നല്ല രീതിയിലുള്ള ഭരണ സംവിധാനം കൂടിയായിരുന്നു. കാരണം ആര് നടത്തിയിരുന്നതാണ്? യുധിഷ്ഠിര മഹാരാജാവ് നടത്തിയിരുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരെല്ലാം ധർമ്മത്തെ കാത്തു സൂക്ഷിക്കുന്നവരുമായിരുന്നു ആ സമയത്ത്. അങ്ങനെ ആ ധർമ്മപരമായ ആൾക്കാർ, ധർമ്മത്തിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാര് അതുപോലെ ആ കുഞ്ഞിന്റെ പേരിൽ ഭരണം നടത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, അതായത്